ജീവിതം ഒരു വലിയ യാത്രയാണ്. നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വഴി അടഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഇരുൾ വന്ന് വഴി മറഞ്ഞു പോകുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും മക്കളെ, ഈ മറയും ഇരുട്ടെല്ലാം നീങ്ങി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ആ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഡിവൈൻ പവർ തിരിച്ചറിഞ്ഞ് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകണം. ഈ കഴിഞ്ഞ നീറ്റ് 2024 റിസൾട്ട് വന്നപ്പോൾ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികളെയും പേരൻസിനെയുമാണ് നമുക്ക് കാണാനിടയായത്. ഈ കുട്ടികളെ തന്നെ നമുക്ക് 5 വിഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹൈ സ്കോർ വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ എവിടെ അഡ്മിഷൻ കിട്ടുക, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്ന ആശങ്കയിലിരിക്കുന്നവരാണ്. എന്നാൽ ഈ 5 വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മെന്റൽ ട്രോമ അനുഭവിക്കുന്നവരാണ് ഈ 630യുടെയും 660യുടെയും ഇടയിൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള മക്കള്. തങ്ങളാൽ കഴിയുന്ന മാക്സിമം ചെയ്ത് ഇനി ഒരു അറ്റംപ്റ്റും കൂടെ നടത്തിയാൽ നീറ്റിനെ വിശ്വസിക്കാൻ സാധിക്കുമോ, ഒന്നും ചെയ്യാൻ കഴിയാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മനസ്സുരുകി കഴിയുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റെങ്കിലും കിട്ടുമല്ലോ എന്ന് വിശ്വസിച്ച് 580, 590 ഇതൊന്നും ഒരു നിസ്സാര സ്കോർ അല്ല എന്ന് നമുക്കറിയാം. വാങ്ങിച്ചിട്ടും ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന മക്കളുണ്ട്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, ഫോറസ്ട്രി ആഗ്രഹിച്ച മക്കളുണ്ട്. അങ്ങനെ കിട്ടിയ കോഴ്സിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾക്കും ഇനി ഇത് കിട്ടുമോ, മാർക്കിൽ ഇത്ര വ്യത്യാസം വന്നല്ലോ, റാങ്കിൽ ഇത്ര മാത്രം വ്യത്യാസം വന്നല്ലോ, ഇനി ഒരു വർഷം കൂടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ നീറ്റിന് വിശ്വസിക്കാൻ സാധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന മക്കളാണ്. അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, ആദ്യമായിട്ട് നീറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ വിശ്വാസ്യതയെ കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ട്. തീർച്ചയായും പേരൻസിനും ആശങ്കയുണ്ട്. നമ്മൾ ഏത് വിഭാഗത്തിൽ ഇപ്പൊ പെടുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് മക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ദിവസവും മിസ്സേ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താ സംഭവിക്കാൻ പോണേ എന്ന് പറഞ്ഞ് കുട്ടികൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മക്കളെ, ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് മറികടന്നേ പറ്റൂ. നിങ്ങളുടെ ഡെയിലി ലൈഫിലെ റൂട്ടീൻസ് ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റിലേക്ക് നമുക്ക് മടങ്ങി വന്നേ പറ്റൂ. കാരണം നമുക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മക്കളെ ചെയ്തു തീർക്കാനുണ്ട്. കാര്യം ശരിയാണ്, നിങ്ങൾ കടന്നു പോകുന്നത് ഒരു ഹാർഡായ ടൈമിലൂടെയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് സന്തോഷമുള്ള ഒരു ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഡെയിലി ലൈഫ് സന്തോഷമുള്ളതാക്കി മാറ്റാനായിട്ട് ഡെലിബറേറ്റ്ലി തന്നെ ശ്രമിക്കേണ്ടതാണ്. ഡെയിലി കുട്ടികൾ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് പാനിക്കായിട്ട് ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് അർത്ഥമില്ല. യൂട്യൂബ് കാണണം, അപ്ഡേറ്റ്സ് നമുക്ക് അറിയണം, അതൊക്കെ ഓക്കെയാണെങ്കിലും കൂടുതൽ കണ്ട് നമ്മളുടെ മനസ്സും ഇന്നർ സ്ട്രെങ്ത്തും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചു പിടിക്കണം. നിങ്ങളുടെ ആ പഴയ ഊർജ്ജസ്വലത നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുക. നമ്മുടെ ട്രോമകളെല്ലാം നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ മക്കളെ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക.